കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന സ്വർഗീയ സംഗീതം എന്ന മനോഹരമായ ശുശ്രൂഷയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 25-26 ദൈവത്തിൻ്റെ വചനം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കുക, നന്ദി പറയുക, സ്തുതിക്കണം. അത് ചെയ്യാനാണ് വചനം പറയുക. ഇനി അപ്രകാരം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വചനം പറയാണ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭജോ നാട്ടിലുണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നോക്കിക്കേ, അപ്പൊ എപ്പോഴാണ് ആരാധിക്കാൻ പറയുന്നത്? എപ്പോഴും ആരാധിക്കണം. നീ രോഗമുള്ളപ്പോഴും ആരാധിക്കണം. അതുകൊണ്ടാണല്ലോ ആരാധിക്കുമ്പോൾ രോഗം മാറ്റും. രോഗമുള്ളപ്പോഴും ആരാധിക്കണം. നീ രോഗമില്ല, ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും ആരാധിക്കണം. കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ, സ്തുതിച്ച് പാടുമ്പോൾ, വീണ്ടും വീണ്ടും ദൈവത്തിൽ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ വചനം പറയാണ്, കർത്താവ് വേണ്ടതെല്ലാം നമുക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദൈവികമായ ഉത്തരവാദിത്വം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകുന്ന അവസരങ്ങൾ അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. കർത്താവ് ഇന്ന് ആരോഗ്യം നൽകിയിട്ടുണ്ടോ? ആരോഗ്യം ഉപയോഗിച്ച് അധ്വാനിക്കണം. ഇന്ന് ബുദ്ധി നൽകിയിട്ടുണ്ടോ? ബുദ്ധി ഉപയോഗിച്ച് അധ്വാനിക്കണം. കർത്താവിന് എന്തൊക്കെ കഴിവ് നൽകിയിട്ടുണ്ടോ അതെല്ലാം പരമാവധി നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ ഇന്നിൽ നാം നമുക്ക് നൽകപ്പെട്ട കൃപകളിൽ വിശ്വസിച്ച് അത് ഉപയോഗപ്പെടുത്തി അധ്വാനിക്കുന്നതിനോടൊപ്പം തന്നെ കർത്താവിനെ സ്തുതിച്ച് മുന്നോട്ട് പോവുക. കർത്താവ് ശരീരം തന്നു, ശരീരം കൊണ്ട് അധ്വാനിക്കാൻ മാത്രമുള്ളതല്ല, അധ്വാനിക്കണം. ഒപ്പം തന്നെ എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യണം. അങ്ങനെ കർത്താവിനെ സ്തുതിച്ച്, കർത്താവിന് നന്ദി പറഞ്ഞ് ദൈവാരാധനയോടെ നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ അധ്വാനങ്ങളിലും പദ്ധതികളിലും കർത്താവ് അനുഗ്രഹത്തിന്റെ കരമുയർത്തും. സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ടാണല്ലോ സങ്കീർത്തന പുസ്തകം അതില് അനേക പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് എന്താണ്? കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ. വീണ്ടും വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ, സ്തുതിച്ചു പാടുവാൻ ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുക. ഇതാ സങ്കീർത്തനം 150-ാം സങ്കീർത്തനം 2-ാം വാക്യം, ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമ അതിശയത്തിന് ചേർന്നവണ്ണം കർത്താവിനെ സ്തുതിക്കുവിൻ. കരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 139-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ വാക്യം വചനം പറയാണ്, കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ചറിയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന് എന്തോ ഒരു സ്ഥാനം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവിന് വില കൊടുത്ത് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം ആ വില നമുക്കും നൽകും. അതാണ് യാക്കോബ് ശ്രീക എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം വചനം പറയാ, നിങ്ങൾ അവിടത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ സ്തുതിക്കാൻ, ഈ ദൈവത്തെ സ്തുതിച്ചു പാടാൻ, സന്തോഷത്തിലും ദുഃഖത്തിലും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു കൃപ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ആഗ്രഹിക്കാം. ഈ ഗാനത്തിന്റെ വരിക നമ്മോട് പറയാണ്, എൻ ജീവിതത്തിൻ തകർച്ചകളിൽ, എൻ്റെ ജീവിതത്തിലെ ഉയർച്ചകളിൽ, എൻ്റെ ജീവിതത്തിലെ രോഗത്തിൽ, എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടിൽ, എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ, എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ഞാൻ എൻ്റെ ഈശോയെ, എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ പുകർന്നു പോകുമ്പോഴും എന്നെ നയിക്കാനും എന്നെ രക്ഷിക്കാനും എന്നെ കൂടുതൽ സന്തോഷത്തിലേക്ക് ഉയർത്താനും കഴിയുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് എനിക്കറിയാം. ഗാനത്തോട് ചേർന്ന് സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. എൻ ജീവിതത്തിൻ തകർച്ചകളിൽ, എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. സന്തോഷത്തോടെ മനസ്സേന്ന് ഈശോയോട് പറഞ്ഞേ, ഈശോയെ നന്ദി.
ഹൃദയത്തിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞേ, കർത്താവേ എന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നന്മയുള്ള ദൈവമേ, എൻ ജീവിതത്തിൻ തകർച്ചകളിൽ, എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. സ്വയം എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. സ്വയം എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. പാടിക്കേ ആനന്ദത്തോടെ. ജീവിതത്തിൻ തകർച്ചകളിൽ, എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ ശക്തനായ ദൈവമേ, നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈശോയേ, എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ആനന്ദത്തോടെ സ്തുതിച്ചു പാടി. എൻ ജീവിതത്തിൻ തകർച്ചകളിൽ, എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. പ്രിയപ്പെട്ടവരെ, പോട്ടാ ഡിവൈൻ മിനിസ്ട്രിയിലൂടെ ഈ കേരള സമൂഹത്തിൽ അനേകം പേരെ, ക്രൈസ്തവരായിട്ട് പോലുള്ള അനേകം പേരെ ഈശോ സ്പർശിക്കുകയും ദൈവാനുഭവം നൽകുകയും ചെയ്യുമ്പോൾ അനേകർ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. പോട്ടാശ്രമത്തിലും ദിവ്യ ധ്യാനത്തിലൊക്കെ ധ്യാനിക്കാൻ വേണ്ടി വന്നപ്പോ, ഈശോയുടെ വചനം കേട്ടപ്പോ, കരുണയുള്ള കർത്താവിനെ, സുഖപ്പെടുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോ, അച്ഛന്മാര് പറഞ്ഞതനുസരിച്ച്, ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കപ്പെട്ടതനുസരിച്ച് എന്തു ചെയ്തു? ദൈവജനം തന്റെ സങ്കടങ്ങളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, രോഗത്തെ ഓർത്ത്, ദുരിതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ വേദനയോർത്ത്, ഈ വേദന കർത്താവ് അറിയാണ്ടല്ല, ഈ വേദന എന്ന് കർത്താവിന് ഇത് നന്മയാക്കി മാറ്റാൻ പറ്റും എന്ന് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോ ആ വിശ്വാസം അത് തന്നെ അവരുടെ ജീവിതത്തില് പൂർത്തീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനം പറയുവാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാലോ. വചനം പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വേദനയുണ്ടോ, ഒരു ദുഃഖമുണ്ടോ, ആ ദൈവം അറിയാണ്ടല്ല വന്നിരിക്കുന്നത്. അപ്പൊ ദൈവം അറിഞ്ഞു വന്ന ഈ സഹനം, ഈ രോഗം, ഈ വേദന, ഈ മുറിവ്, ഈ പ്രശ്നം ആ ദൈവകരങ്ങളിലേക്ക് വെച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. എന്ത് പറഞ്ഞാ സ്തുതിക്കുന്നേ? എന്റെ ഈശോ അറിഞ്ഞിട്ടാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എന്റെ ഈശോയ്ക്ക് പറ്റും. ഈശോ എന്നെ രക്ഷിക്കും. ഈശോ എനിക്ക് സൗഖ്യം നൽകും. ഈശോ എനിക്ക് വിടുതൽ നൽകും. വീണ്ടും ദൈവത്തിന്റെ വചനം അതേ അധ്യായം തന്നെ 18-ാമത്തെ വാക്യം വചനം പറയുക, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. പൗലോസ്ലീഹ ഇത് പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെ ഓർത്ത് തുലനം ചെയ്യുമ്പോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ തുലോം നിസ്സാരമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അങ്ങനെയെങ്കിൽ ഇന്ന് സഹനം ഉണ്ടോ, ഇന്ന് വേദനയുണ്ടോ, ഇന്ന് മുറിവുകളുണ്ടോ, ഇന്ന് കഷ്ടപ്പാടുണ്ടോ, അതിനൊക്കെ ദൈവത്തെ സ്തുതിച്ചേ. എന്ത് പറഞ്ഞാ സ്തുതിക്കേണ്ടത്? ഇന്ന് ഞാൻ ഇത്രത്തോളം അനുഭവിക്കുന്നുണ്ടെങ്കിൽ
ഈ വേദന അത് ഈശോയോട് ചേർത്ത് ഞാൻ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ 100 മടങ്ങ് അനുഗ്രഹമായിട്ട് മഹത്വമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരും. വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് കാരണത്തിന് വരികോട് ചേർന്ന് എൻ ജീവിതത്തിൻ രോഗങ്ങളിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഗാനത്തോട് ചേർന്ന് പാടിക്കേ, കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചേ. എൻ ജീവിതത്തിൻ രോഗങ്ങളിൽ എൻ ജീവിതത്തിൻ സൗഖ്യത്തിലും എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈശോയുടെ ദൈവമേ, ജീവിതത്തിൻ രോഗങ്ങളിൽ എൻ ജീവിതത്തിൻ സൗഖ്യത്തിലും എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈശോയെ എന്നെ സുഖപ്പ ദൈവമേ, നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ആനന്ദത്തോടെ ചേർന്ന് പാടി. എൻ ജീവിതത്തിൻ രോഗങ്ങളിൽ എല്ലാ നാവുകളും പാടി സ്തുതിക്കട്ടെ. ജീവിതത്തിൻ സൗഖ്യം രോഗികള് രോഗത്തെയോ ദൈവത്തെ സ്തുതിച്ച് നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈശോയെ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈശോയെ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. തന്റെ നാഥനായ ദൈവമേ, എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. കരങ്ങളൊക്കെ ഉയർത്തിക്കേ, സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ, ആരാധിച്ചേ, ദൈവനാമത്തെ വിളിച്ചപേക്ഷിച്ചേ, യേശുവിനെ വിളിച്ചേ, ഈശോയെ വിളിച്ചേ, ഈശോയെ ഈശോയെ യേശുവേ 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 രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ ഈശോയെ യേശുവേ 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 ഈശോയെ ഈശോയെ ഈശോയെ. ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം എൻ്റെ 4-ാം അധ്യായം എൻ്റെ 13-ാം വാക്യം വചനം പറയാണ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. പൗലോസ്ലീഹ പറയുക, പൗലോസ്ലീഹ തന്നെ ശക്തിപ്പെടുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയാണ്, എന്നെ ശക്തനാക്കുന്നതിലെല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പറയാം, എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ഈശോയിലൂടെ, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കർത്താവിലൂടെ, എൻ്റെ തകർച്ചയിലും എൻ്റെ കോട്ടങ്ങളിലും എന്നെ കരം പിടിച്ചുയർത്താൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ട്, ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാനത്തോട് ചെന്ന് നമ്മൾ സ്തുതിക്കുകയാണ്, സ്തുതിച്ചു പാടുവാണ്. എൻ്റെ ജീവിതത്തിന്റെ കോട്ടങ്ങളിലും എൻ്റെ ജീവിത നേട്ടങ്ങളിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും വചനം പറയുവാണ്, അതേ അധ്യായം തന്നെ 19-ാമത്തെ വാക്യം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഓക്കെ, അപ്പസ്തോലൻ തൻ്റെ ജീവിതത്തിൽ താൻ കർത്താവിൽ ആശ്രയിച്ച് യാത്ര ചെയ്തപ്പോ വിജന പ്രദേശങ്ങളില്, മരുഭൂമിയില്, നടുക്കടലില് ഒക്കെ ദൈവം നൽകിയ സംരക്ഷണം അനുഭവിച്ചിട്ട് പറയുക. ഒരു പരിചയമില്ലാത്ത നാടുകളിലേക്ക് കടന്നു ചെന്നപ്പോ അവൾ ദൈവം ഒരുക്കിയ ആതിഥേയത്വം അത് അനുഭവിച്ചിട്ട് പറയുവാണ്, എൻ്റെ ദൈവത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളെല്ലാം തരാൻ പറ്റും. ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ഏതിടത്തിലായിക്കോട്ടെ, എൻ്റെ ദൈവത്തിന് മഹത്വത്തിന്റെ സമ്പന്നതയിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ സാധിക്കും. സ്വരമുയർത്തി കരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിലെ ഞാൻ ആശ്രയിക്കുക. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇപ്പോ അല്പം കോട്ടമുണ്ടോ? കുഴപ്പമില്ല. നേട്ടത്തിലും കോട്ടത്തിലും എൻ്റെ കർത്താവിന് ഞാൻ സ്തുതിച്ച് ആരാധിക്കും. ചെന്ന് പാടിക്ക്, പാടി സ്തുതിച്ച് ആരാധിക്കുന്നു.
ഈശോയേ എൻ ജീവിതത്തിൻ കോട്ടങ്ങളിൽ ഒന്ന് പാടിക്കേ. എൻ ജീവിതത്തിൻ നേട്ടങ്ങളിൽ ഈശോയെ നിന്നെ ഞാൻ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈശോയേ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈശോയേ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ഓട്ടങ്ങളിൽ നേട്ടങ്ങളിലും എൻ ജീവിതത്തിൻ എല്ലാ സാഹചര്യങ്ങളിലും നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈശോയേ ഈശോയേ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. സർവശക്തനായ ദൈവമേ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എല്ലാവരും ചേർന്ന് എൻ ജീവിതത്തിൻ കോട്ടങ്ങളിൽ ഈശോയേ എൻ ജീവിതത്തിൻ നേട്ടങ്ങളിൽ ഈശോയേ സൗഖ്യം നൽകുന്ന ദൈവമേ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. സ്തുതികളിൽ വാഴുന്ന കർത്താവേ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഒന്ന് പാടിക്കേ. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ. ഈശോയേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. യേശുവേ 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 രക്ഷകനായ ദൈവമേ, ശക്തനായ ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ 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 ഞങ്ങളുടെ മുറിവുകളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ സങ്കടങ്ങളിലും ഞങ്ങളുടെ തകർച്ചകളിലും ഈശോയെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈശോയെ എന്നും എപ്പോഴും നിന്നെ സ്തുതിച്ച് ജീവിക്കാൻ, നിനക്ക് മഹത്വം നൽകി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണം. ഈശോയെ ഈശോയെ ഒരു ജീവിതത്തിൽ ഒരു ക്ലേശവും ഒരു വേദനയും നിന്നീന്ന് അകന്നു പോകാൻ ഒരു കാരണമായിട്ട് ഞങ്ങൾ ചുറ്റി വരാതിരിക്കട്ടെ. ഈശോയെ 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 ആവർത്തിച്ച് കഷ്ടപ്പാടുണ്ടാകുമ്പോ, നിരാശപ്പെട്ട് പോലെ സാഹചര്യം ഉണ്ടാകുമ്പോ ഈശോയെ വലിയ പ്രത്യാശയാ ഞങ്ങളെ നിറക്കണേ. ഈശോയെ 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 അതുപോലെ സന്തോഷം കടന്നു വരുമ്പോ ഉയർച്ചകൾ തന്നെ ജീവിതത്തിലേക്ക് വരുമ്പോ ഈശോയെ ഞങ്ങളുടെ ഉയർച്ചകളെ മതിമറന്ന് നിന്നെ വിട്ടുപോകാൻ ഇടയാകാതിരിക്കട്ടെ. ഈശോയെ 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 സകല സമ്പത്തിന്റെയും ഉറവിടം അങ്ങാനും തിരിച്ചറിഞ്ഞു എന്നോട് ചേർന്ന് നിൽക്കാം. ഉയർച്ചകളിലും താഴ്ചകളിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഈശോയെ നിന്നെ മഹത്വപ്പെടുത്താൻ ഈശോയെ ഞങ്ങളെ ഇടയാക്കണേ. ഈശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോ ആ ദൈവാനുഗ്രഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ ഈശോയെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. ഈശോയെ 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 യേശുവേ യേശുവേ ഈശോയെ 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 ഈശോയെ. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവത്തിന്റെ വചനം പറയാ, നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? നമ്മളെ തന്നെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ പദ്ധതികളെ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലേക്ക് വെച്ചു കൊടുക്കുക. അവിടുന്ന് നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവം, നമ്മെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തലയിൽ ഉത്കണ്ഠകളും ഭാരങ്ങളും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമ്മൾ അധ്വാനിക്കുക, ഇന്ന് ചെയ്യാൻ പറ്റുന്നിടത്തോളം നന്മ ചെയ്യുക, എന്നിട്ട് ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിലേക്ക് വെച്ചു കൊടുക്കുക.
പലപ്പോഴും പല സാഹചര്യം നമ്മുടെ കരങ്ങൾ അശക്തമാണല്ലോ, നമ്മുടെ പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമ്മെ കൊണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്ക്. നമ്മെ കരം പിടിച്ചുയർത്താൻ, കരങ്ങളിൽ താങ്ങിയെടുക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തുതിച്ചു പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിന്റെ മുറിവുകളിൽ, ഇത് ശരീരത്തിന്റെ മുറിവ് മാത്രമല്ല കേട്ടോ, മറിച്ച് പല രീതിയിൽ മുറിവേൽക്കപ്പെടാം. ബന്ധങ്ങളിൽ മുറിവേറ്റ് തളർന്നു കഴിയുന്ന ജീവിതങ്ങളുണ്ട്. മനസ്സിൽ സ്നേഹം കിട്ടാണ്ട് അതിന്റെ ദാഹവുമായിട്ട് മാറി മുറിവേറ്റ മനസ്സുമായിട്ട് ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട്. തഴയപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കഴിയുന്ന പല ജീവിതങ്ങളും ഉണ്ട്. ഏറെ നേടി അവസാനം ആരുമില്ല എന്ന അവസ്ഥയിൽ കഴിയുന്ന മുറിവേറ്റ പല ഹൃദയങ്ങളുമുണ്ട്. എല്ലാ മുറിവുകളും മുറിവേറ്റ ജീവിതങ്ങളും കർത്താവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തേ അവിടെ സൗഖ്യമുണ്ട്, അവിടെ ശക്തിയുണ്ട്, അവിടെ പ്രകാശമുണ്ട്. ഗാനത്തോട് ചേർന്ന് പാടി സ്തുതിച്ചു. എൻ ജീവിതത്തിൻ മുറിവുകളിൽ, എൻ ജീവിതത്തിൻ സാന്ത്വനത്തിൽ എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈശോയേ, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഗ്രഹത്തോട് പാടിക്കേ. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. രക്ഷിക്കാൻ കഴിയുന്ന എൻ്റെ ദൈവം, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. മുറിവുണക്കുന്ന എൻ്റെ കർത്താവ്, ജീവിതത്തിൻ തകർച്ചകളിൽ, ജീവിതത്തിൻ തകർച്ചകളിൽ, ജീവിതത്തിന്റെ ഉയർച്ചകളിൽ, ജീവിതത്തിൻ ഈശോയെ ഞാൻ സ്തുതിക്കും. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടും. ആവേശത്തോടെ സ്തുതിച്ചു പാടിക്കുകയും എന്നാഥനെ ഞാൻ സ്തുതിച്ചിടും. എല്ലാ മനസ്സുകളും സ്തുതിക്കട്ടെ. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടും. ഈശോയെ, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടും. സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ. ഈശോയെ, 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 ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, 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 രക്ഷകനായ ദൈവമേ, സൗഖ്യം നൽകുന്ന കർത്താവേ, ഈശോയെ, 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 യേശുവേ, 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 ഈശോയെ, 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 സർവശക്തനായ കർത്താവിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യം നമുക്ക് രക്ഷയുണ്ട്, ആശ്വാസമുണ്ട്. കർത്താവ് നമ്മോട് പറയുക, അവിടെ നിന്ന് ആശ്രയിക്കുക, അവിടെ നിന്ന് വിശ്വസിക്കുക, അവിടെ നിന്ന് എല്ലായ്പ്പോഴും നമുക്ക് താങ്ങും തണലും അഭയവും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.